بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങളടക്കമുള്ള സാദാത്തുക്കൾ, നമ്മുടെ ഉസ്താദുമാർ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട സഖാഫി സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹനീയ സ്ഥാപനത്തിൽ നിന്ന് വന്യരായ ഗുരുനാഥന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തഅലീമും തദ്രീസും തർബിയത്തും തസ്കിയത്തും അനുഭവിച്ചവരാണ് നാം. അള്ളാഹു അത് നമുക്ക് അവരുടെ കൂടെയും അവരുടെ മുൻഗാമികളുടെ കൂടെയും അർശിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടാൻ നിമിത്തമാകുന്ന ഒരു അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ, കാലത്തിന് കുഴപ്പമൊന്നുമില്ല, കാലത്തിൽ ജീവിക്കുന്ന നമുക്കാണ് ഐബുള്ളത്. നമ്മൾ ഈയൊരു ആധുനിക യുഗത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്ന ധാരാളം ദുശക്തികളുടെ മുന്നിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച് അതിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ടവരാണ്. അതിന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും തൗഫീഖും അവൻ നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാ ദീനി ദാഇകൾക്കും നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വേറെ ആരെയും കാത്തുനിന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന ദീനി ദഅവത്ത് നമ്മൾ ഓരോരുത്തരും നടത്തുകയാണ് ആവശ്യം. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വനഫഅന അല്ലാഹു ബിഹി ഫിദ്ദാറൈൻ അവർകൾ ദീനി പ്രവർത്തന രംഗത്ത് കഠിനാധ്വാനം ചെയ്ത് കുട്ടിക്കാലം മുതലേ പഠിക്കുകയും പഠിക്കാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് നടന്നും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തുമൊക്കെ യാത്ര ചെയ്ത് മരുഭൂമികൾ താണ്ടി ഗസയിൽ നിന്ന് മക്കയിലേക്കും മക്കയിൽ നിന്ന് മദീനത്തുൽ മുനവ്വറയിലേക്കും അവിടെ നിന്ന് ഇറാഖിലേക്കും ശേഷം വീണ്ടും മദീനയിലേക്കും അവിടെ നിന്ന് പിന്നെയും ഈജിപ്തിലേക്കുമൊക്കെയുള്ള ദീർഘമായ യാത്ര നടത്തി പരമാവധി അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കുകയും ആ അറിവ് ഞാനാണ് പഠിപ്പിച്ചത് എന്ന് ആരും അറിയേണ്ടതില്ല, ഈ അറിവ് ജനങ്ങൾക്ക് ലഭിച്ചാൽ മതി എന്ന
വളരെയേറെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി ദീനീ പ്രവർത്തനം നടത്തുകയും ചെയ്തപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ ചുറ്റുഭാഗത്തും ഉള്ള പലരിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് പ്രോത്സാഹനങ്ങൾ അല്ല, മറിച്ച് വലമ്മാ അതൈതുന്നാസ അത്ലുബു ഇൻദഹും അഖാസിഖത്തിൻ ഇൻദ ഇബ്തിലാഇ ശദാഇദി. ഞാൻ ഒരു വാക്ക് ഉറപ്പുള്ള വിശ്വസ്തതയുള്ള സഹോദരനെ ഞാൻ ജനങ്ങളിൽ പ്രശ്നസങ്കീർണമായ സമയങ്ങളിൽ തേടിയപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആളുകളെ ലഭിക്കുന്നതിന് പകരം അഖൽതു ഫീ ദഹരി റഹാഅൻ വസിദ്ദതൻ വനാദൈതു ഫിൽ അഹ്യാഇ ഹൽ മിൻ മുസാഇദി. ഞാൻ ഓരോ ഗോത്രങ്ങളിലും ചോദിച്ചു, എൻ്റെ ഈ ദീനീ ദഅവത്തിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഫലം അറ ഫീമാ സാഅനി ഗൈറ ശാമിതിൻ വലം അറ ഫീമാ സർറനി ഗൈറ ഹാസിദി. എനിക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞത്, എനിക്കെന്തെങ്കിലും നാശം വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെയും എനിക്ക് വല്ല സന്തോഷവുമുണ്ടായാൽ എന്നോട് അസൂയ വെക്കുന്നവരെയും മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടുകയുണ്ടായി. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ അല്ലാഹു തആല അവിടത്തേക്ക് ഇനിയും ഹിമ്മത്തും ദീനീ ഖിദ്മത്തിനുള്ള തൗഫീഖും സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള എല്ലാ ആർജവും ഊർജവും റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുമാറാകട്ടെ. മക്കളായ നമ്മൾ അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ദുആ ചെയ്യുക, അത് നമ്മുടെ കടപ്പാടാണ്. ഉസ്താദ് അവറുകൾ നേരത്തെ സയ്യിദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നന്നായി അവിടുന്ന് പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട പലരും, കൂടെ നിന്ന് ശക്തിപ്പെടുത്തേണ്ട പലരും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫലം അറ ഫീമാ സാഅനി ഗൈറ ശാമിതിൻ വലം അറ ഫീമാ സർറനി ഗൈറ ഹാസിദി എന്ന് പറഞ്ഞതുപോലെയായി. ഞാനതിൻ്റെ അർത്ഥമൊന്നും ഈ സദസ്സിൽ പറയുന്നില്ല. ഇത് പണ്ഡിതന്മാർക്കുള്ള, വളരെ കാലം മുമ്പേ ഉള്ള, ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ച പണ്ഡിതന്മാർക്കൊക്കെ അനുഭവിച്ച ഒരു അനുഭവം മാത്രമാണ്. പക്ഷേ മഹാനായ ഉസ്താദ് അവറുകൾ അതുകൊണ്ടൊന്നും ഒരൽപ്പവും പിന്നോട്ട് പോകാതെ അവിടുന്ന് മുന്നോട്ടെടുത്തു വെച്ച കാല് പിന്നോട്ടടിക്കാതെ ദീനിൻ്റെ ഖിദ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയല്ല, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവിടുന്ന് അധ്വാനിച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം നമുക്കറിയാം. ഹിജ്റ 150 അവിടുന്ന് ജനിക്കുന്നത്. ആ 150 ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരെയും സാലിഹീങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവിടുന്ന് ചൊല്ലിയത് ഉഹിബ്ബു സ്സാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഞാൻ സജ്ജനങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ അവരിൽപ്പെട്ടവൻ അല്ല, ഞാൻ സാലിഹീങ്ങളിൽപ്പെട്ടവൻ അല്ല. അത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അങ്ങേയറ്റത്തെ തവാദു ആണ്. അവിടുന്ന് സാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് എന്നതിൻ്റെ തെളിവാണാവ. ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. സാലിഹീങ്ങളുടെ ശുപാർശ കൊണ്ട് ഞാൻ അവരെ സ്നേഹിച്ച് അവരെ ശുപാർശ കൊണ്ട് എനിക്ക് രക്ഷപ്പെടണമെന്ന് ഞാൻ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വഅക്റഹു മൻ തിജാറതുൽ മആസി വലൗ കുന്നാ സവാഅൻ ഫിൽ ബിളാഅ. ഞാൻ തെറ്റിനോട് ഒരിക്കലും തന്നെ സമരസപ്പെട്ടു പോകാൻ തയ്യാറല്ല.
ഞാൻ തെറ്റ് ബിസിനസ്സാക്കിയ ആളുകൾ ഉണ്ട്. ആ തെറ്റുകൾ ബിസിനസ്സാക്കിയവരെ ഞാൻ വെറുക്കുകയാണ്. എനിക്കവരെ പ്രിയം വെക്കാൻ കഴിയില്ല. ഒരു പക്ഷേ അവരുടെയും എൻ്റെയും ചരക്ക് ഒന്നായിരിക്കാം. പക്ഷേ തെറ്റിനെ ബിസിനസ്സാക്കി വരുന്നവരോട് എനിക്ക് സമരസപ്പെട്ടു പോകാൻ കഴിയില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വീണ്ടും അവിടുന്ന് പറഞ്ഞു, മറ്റുള്ളവരെല്ലാം വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനും കൂട്ടത്തിൽ വിജയിക്കണം. അങ്ങനെ വിജയിക്കാൻ എനിക്ക് ആരെങ്കിലും ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നെ ഉപദേശിക്കേണ്ടത് ഒറ്റക്കായിരിക്കണം. ജനങ്ങളുടെ സദസ്സിലിട്ട് എന്നെ വഷളാക്കുകയോ, അന്ന് പിന്നെ ഇന്നത്തതുപോലെ സോഷ്യൽ മീഡിയകളും വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഹൃത്തുക്കളെ അത്ര വലിയ ശല്യം, അങ്ങനെയുള്ള ശല്യം ഉണ്ടാവുകയില്ല. എന്നാലും കുപ്രചരണങ്ങൾ നടത്തുന്ന ശല്യം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞു, തഅമ്മദിനി ബിനുസ്ഹിക ഫിൻഫിറാദി, നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നത് ഒറ്റക്കായിരിക്കണം, അത് മനഃപൂർവ്വം ഒറ്റക്കെന്നെ ഉപദേശിക്കണം. വജന്നിബിനി നസീഹത ഫിൽ ജമാഅ, നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൂടെ എന്നെ ഉപദേശിക്കുന്നത് ഒഴിവാക്കണം. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ സമൂഹത്തിൽ എന്നെ ഉപദേശിക്കുന്നത് ഒഴിവാക്കണം, എന്നെ ഒറ്റക്ക് ഉപദേശിക്കണം. ഇത് ഞാൻ പറയുന്നത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച മാർഗമാണ്. അവിടുന്നാണല്ലോ നമ്മുടെ ഇമാം, നമ്മളും സ്വീകരിക്കേണ്ടത്. ഒരു മഹല്ലത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്കാരെ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളെ, നമ്മുടെ മുതഅല്ലിമീങ്ങളെപ്പോലും ഉപദേശിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലിട്ട് കുറവാക്കി ഉപദേശിക്കുന്ന രൂപം നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് സ്വന്തത്തിൽ വിളിച്ചു ഉപദേശിച്ചാൽ ഉണ്ടാകുന്ന ഫലം അതൊരിക്കലും അങ്ങനെയുള്ള ഉപദേശം കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞല്ലോ, ഫഇന്നൻ നുസ്ഹ ബൈനൻ നാസി നൗഉൻ മിനത് തൗബീഖ് ലാ അർലസ്തിമാഅ, സമൂഹത്തിൻ്റെ മുമ്പിലിട്ട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളുണ്ടല്ലോ, അത് നൗഉൻ മിനത് തൗബീഖ്, അത് ആക്ഷേപത്തിൻ്റെ ഒരു ഇനമാണ്. ലാ അർലസ്തിമാഅ, അത് കേൾക്കുന്നത് ശ്രദ്ധിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. വൈൻ ഖാലഫ്തനി വഅസൈത ഖൗലി ഫലാ തജ്സഅ ഇദാ ലം തുതഅ, ഞാൻ ഈ പറഞ്ഞതിന് വിരുദ്ധമായി നിങ്ങൾ പ്രവർത്തിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഉപദേശം സ്വീകരിക്കാതിരുന്നാൽ, ഫലാ തജ്സഅ ഇദാ ലം തുതഅ, നിങ്ങളുടെ ഉപദേശത്തിൽ ഞാൻ അനുസരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വെറുതെയൊന്നും വേണ്ട. ഓ സുഹൃത്തുക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരിക്കെ അവിടുന്ന് മറ്റുള്ളവരുടെ ഉപദേശം അംഗീകരിക്കുന്നവരും തേടുന്നവരുമാണ്. പക്ഷേ അത് ഏത് വിധത്തിലാകണം എന്ന് മഹാനവറുകൾ പറയുന്നു. കാരണം ബഹുമാനപ്പെട്ടവരെ സദസ്സിലിട്ട് വഷളാക്കിയാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മോശമാക്കിയാൽ അവിടുന്ന് നടത്തുന്ന ദഅവത്തിന് കേടുവരുമോ എന്നതാണ്, മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഭയപ്പെടുന്നത്. അവിടുന്ന് പറഞ്ഞു, അതേ ഒരു മനുഷ്യൻ ബുദ്ധിയുള്ളവനാകുമ്പോൾ, അതേ അൽമറു ഇൻ കാന അഖിലൻ വരിഅ, ഒരു വ്യക്തി ബുദ്ധിയുള്ളവനാണെങ്കിൽ, അവൻ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ, അസ്ഗലഹു അൻ ഉയൂബി ഗൈരിഹി വറഉ, മറ്റുള്ളവരുടെ ന്യൂനതകൾ കൊണ്ട് ജോലിയാകാൻ അവൻ അവസരം കിട്ടില്ല. അവൻ്റെ സൂക്ഷ്മത അവനെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തും. കമൽ അലീലു സഖീമു അസ്ഗലഹു അൻ വദഇൻ നാസി കുല്ലിഹിം വദഉ, ഒരുപാട് വേദനിക്കുന്ന രോഗികളുണ്ടെങ്കിൽ, ഒരു രോഗിക്ക് വേദനയുള്ള രോഗിയാണെങ്കിൽ അവൻ്റെ വേദന മാത്രമേ അവന് ചിന്തിക്കാൻ കഴിയൂ. മറ്റുള്ളവരുടെ രോഗത്തിൻ്റെ വേദന അവൻ അനുഭവിക്കാൻ സമയം കിട്ടില്ല. നമ്മളെ സ്വന്തം ശരീരത്തെ സംസ്കരിച്ചെടുക്കാനും നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാനും വേണ്ടിയുള്ള ചിന്ത നമ്മളിൽ വന്നാൽ വേറെ ഒരാളെ കുറവാക്കി സംസാരിക്കാനോ മറ്റൊരാളെ ഐബാക്കാനോ നമുക്കവസരമുണ്ടാവില്ല. നമ്മൾ നിസ്കരിച്ചവരാണ്, പക്ഷേ ആ നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായി ഖുശൂഅോടുകൂടെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ എന്നെ പോലെയുള്ള പലരും ആ കാര്യത്തിൽ വിജയം കൈവരിച്ചവരാവില്ല.
അപ്പോൾ നമ്മുടെ ഖൽബിൽ നമ്മളെ സംബന്ധിച്ചുള്ള നല്ല ബോധം നമുക്കുണ്ടാകണം. ആ ബോധത്തോടുകൂടി എല്ലാവരെയും അവർക്കർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഒരു പണ്ഡിതൻ ഒരു സാധാരണക്കാരനെ കാണുമ്പോൾ ആ സാധാരണക്കാരനിൽ കുറേ കുഴപ്പങ്ങളും കണ്ടാൽ പോലും ആ പണ്ഡിതൻ ചിന്തിക്കേണ്ടത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ വിവരമുള്ളതോടുകൂടി ചെയ്തതായതുകൊണ്ട് എനിക്ക് അല്ലാഹു മാപ്പ് തന്നില്ലെങ്കിലോ, ആ വിവരമില്ലാത്ത വ്യക്തിയുടെ തെറ്റ് വിവരമില്ലാതെ ചെയ്തതിനാൽ അല്ലാഹു മാപ്പ് കൊടുത്തെങ്കിലോ, ഇങ്ങനെയാണ് പണ്ഡിതന്മാർ സാധാരണക്കാരെ കുറിച്ച് വിലയിരുത്തേണ്ടത്. നേരെ മറിച്ച് ഞാനൊരു പണ്ഡിതനാണ് എന്ന ഹുങ്കിൻ്റെ ചിന്തയല്ല പണ്ഡിതന്മാർക്കുണ്ടാകേണ്ടത്. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഇൽമു കൊണ്ട് ഉപകാരം ലഭിക്കണമെങ്കിൽ അതിന് വേണ്ടത് മറ്റുള്ളവരുടെ കൈവശത്തിലുള്ളതിൽ ആഗ്രഹം പ്രകടിപ്പിക്കാതിരിക്കുക, സ്ഥാനമാനം മോഹിക്കാതിരിക്കുക എന്നതാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്ബി ബിഇൽമി ഇന്നഫ മദ്ദുല്ലു ഇല്ലാ ഫിത്തമഅ. മനുഷ്യന് നിന്ദ്യത സംഭവിക്കുന്നത് ആഗ്രഹങ്ങളിലാണ്. ഭൗതികമായ ആഗ്രഹങ്ങൾ നമ്മെ പിടികൂടരുത്. അതേ സമയത്ത് അതുപകരിക്കുന്നത് അങ്ങനെ ഒന്നില്ലാതിരിക്കുമ്പോഴാണ് ഇസ്സത്ത് മനുഷ്യനുണ്ടാകുന്നത്. മൻ റാഖബല്ലാഹ റജഅ മതാറ തൈറുൻ വർതഫഅ. അല്ലാഹു എൻ്റെ രഹസ്യം അറിയുന്നു, അല്ലാഹു എൻ്റെ പരസ്യം അറിയുന്നു, ആ റബ്ബിൻ്റെ മുമ്പിൽ ഒരു ദിവസം എനിക്ക് കണക്ക് പറയേണ്ടതുണ്ട് എന്ന ബോധത്തോടുകൂടിയാണ് നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും ദഅവാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടത്. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് വേറെ ആരോടും, ഒരു പണ്ഡിതനോടും ഒരാളോടും നമുക്ക് ഒരു വിരോധവും ഉണ്ടാകാൻ പാടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും തമ്മിൽ നമുക്കറിയാം ചില ശാഖാപരമായ വിഷയങ്ങളിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഉമ്മത്തിന് അല്ലാഹു ചെയ്ത ലുത്ഫാണ്. മറ്റ് കഴിഞ്ഞുപോയ ചില ഉമ്മത്തുകൾ, അവർ പണ്ഡിതന്മാർ, ഒരു പണ്ഡിതൻ ഒരു തെറ്റിനെ അനുകൂലിച്ചാൽ മറ്റുള്ളവരെല്ലാം അതിനെ അനുകൂലിച്ച് നിൽക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ഉമ്മത്തിനതില്ല. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുമിനൂന ബില്ലാഹ് എന്ന് ഖുർആൻ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. ആര് എത്ര ഉറ്റ സുഹൃത്താണെങ്കിലും പറഞ്ഞത് തെറ്റാണെന്ന് വന്നാൽ ആ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ആദരവിന് കുറവുണ്ടാവില്ല. അതേ ശാഖാപരമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ ആദരവിന് കുറവുണ്ടാവില്ല. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവുമായി സുബ്ഹിൻ്റെ ഖുനൂത്തിനെ സംബന്ധിച്ച് വീക്ഷണ വ്യത്യാസമുണ്ട്. അതുപോലെ വേറെയും പല മസ്അലകളിലുമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അബൂ ഹനീഫ തങ്ങളെ ഒരൽപ്പവും ചെറുതായി കണ്ടിട്ടില്ലെന്നല്ല, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വേറെ ഒരു ഫഖീഹ് ഇല്ലെന്ന് വരെ പറയാൻ ഒരു മടിയും ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്കുണ്ടായില്ല. ലഖദ് സാനൽ ബിലാദ വമൻ അലൈഹാ ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ എന്നാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയത്. നാടുകൾ മുഴുവനും നാട്ടിലുള്ളവരെയും അലങ്കരിച്ചിരിക്കുന്നു ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ, മുസ്ലിങ്ങൾക്ക് മുഴുവനും ഇമാമായ ഇമാം അബൂ ഹനീഫ. ബിഅഹ്കാമിൻ വആസാരിൻ വഫിഖ്ഹി കആയാത്തിസ് സബൂരി അലസ് സഹീഫ. അതെങ്ങനെ? അവിടുന്ന് തീരുമാനം, ഹുക്മുകൾ പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ ആധാറുകൾ ഉദ്ധരിച്ചുകൊണ്ട്, അതേപോലെ കർമ്മശാസ്ത്രപരമായി പഠിച്ച് മനസ്സിലാക്കി വിഷയങ്ങളിൽ ഫത്വ കൊടുത്തുകൊണ്ട്, കആയാത്തിസ് സബൂരി അലസ് സഹീഫ, സബൂർ ആ ഗ്രന്ഥങ്ങളിൽ, അതേ കിതാബുകളിൽ ഉള്ള ആയത്തുകൾ പോലെ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ആ അവിടുത്തെ വാചകങ്ങളൊക്കെ തെളിവുകളായിരുന്നു. ഫമാ ബിൽ മശ്രിഖൈനി ലഹു നളീറു വലാ ബിൽ മഗ്രിബൈനി വലാ ബികുഫ. അതേ ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് തുല്യരായി അതേ മശ്രിഖ് മഗ്രിബിനിടയിൽ ആരുമില്ല, അതേ രണ്ട് മഗ്രിബിനിടയിലും ആരുമില്ല. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിനിടയിലോ ചന്ദ്രൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിനിടയിലോ ആരുമില്ല, കൂഫയിലുമില്ല. ഫറഹ്മത്തു റബ്ബിനാ അബദൻ അലൈഹി
മദൽ അയ്യാമി മാ ഖുരിഅത് സഹീഫാ. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഈ അയിമ്മത്തിന്റെ വഴി പിന്തുടർന്നുകൊണ്ടാണ് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള ആലിമീങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ദീനീ പ്രബോധനം നടത്തേണ്ടത്. അവരുടെ പിൻഗാമികളാണ് നമ്മളെന്ന ബോധത്തോടുകൂടി. അവരാരും കാര്യലാഭം ഉദ്ദേശിച്ചുകൊണ്ട് നീങ്ങിയവരല്ല. അവരുടെ എല്ലാവരുടെയും ചിന്ത അള്ളാഹുവിൻ്റെ പൊരുത്തമായിരുന്നു. അതേപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മളും ദീനീ പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നേറണം. അതിനാവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് ഈ മഹത്തായ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ആ നൽകിയതാണ് നമ്മുടെ കൈമുതൽ. അള്ളാഹു നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ഗുരുനാഥന്മാർക്കും അവരുടെ ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകുമാറാകട്ടെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഫഖീഹൻ വസൂഫിയൻ, നീ ഒരു ഫിഖ്ഹും തസവ്വുഫുള്ള പണ്ഡിതനാകണം. നീ വെറും ഒരു പണ്ഡിതനായി പോകരുത്. ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദാ, നീ വെറും കുറേ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിച്ച് അങ്ങനെ നിയമം പറയുന്ന ഒരാളായി മാറിപ്പോകരുത്. അതേ സമയത്ത് നീ ഒരു ആത്മീയ ചൈതന്യമുള്ളവരാണെന്ന് മനസ്സിലാക്കി യാതൊരു വിവരവുമില്ലാതെ ജനങ്ങളെ പിഴപ്പിക്കുന്ന വിധത്തിലേക്ക് അങ്ങനെയും പോകരുത്. ഫൈന്നി വഹഖില്ലാഹി ഇയ്യാക അൻസഹു, ഞാൻ അല്ലാഹു തആല ഏൽപ്പിച്ച കർത്തവ്യമെന്ന നിലക്ക് ഞാൻ നിന്നോട് ഉപദേശം നൽകുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ശേഷം പറഞ്ഞു, ഫദാലിക ഖാസിൻ ലം യദുഖ ഖൽബുഹു തുഖാ, നിയമങ്ങൾ പഠിച്ച് പറയാൻ കഴിയുന്നവൻ, അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ആത്മീയതയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം തഖ്വ സ്പർശിച്ചിട്ടില്ല, അത് രുചിച്ചിട്ടില്ല. അള്ളാഹു കൽപ്പിച്ചതെടുക്കണം, അള്ളാഹു വിരോധിച്ചതൊഴിക്കണം. അഹങ്കാരം, അസൂയ, വിദ്വേഷം, വൈരാഗ്യം തുടങ്ങിയതെല്ലാം ഖൽബിൽ നിന്ന് നീക്കം ചെയ്യണം. അത്തഖ്വ ഹഹുന എന്നാണല്ലോ. ആദ്യം ഖൽബ് നന്നാകണമല്ലോ. അതില്ലാതെ വെറും കർമ്മങ്ങളും നിയമങ്ങളും മാത്രമായി മുന്നോട്ട് പോയത് കൊണ്ട് കാര്യം ലഭിക്കുന്നില്ല. അതേ സമയത്ത് ആത്മീയതയുടെ പേരും പറഞ്ഞിരിക്കുന്ന ചിലരുണ്ടാകും, അവർക്ക് വിവരം ഇല്ല. അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ കേട്ട് അതിൽ പെട്ടുപോവുകയോ നീ അങ്ങനെ ആയിപ്പോവുകയോ ചെയ്യരുത്. കാരണം അറിവില്ലാത്തവന് അതാ ഒരിക്കലും തന്നെ സ്വന്തം നന്നാകാനോ മറ്റുള്ളവരെ നന്നാക്കാനോ സാധ്യമല്ല. നമ്മുടെ ചെറുപ്പക്കാരായ സഖാഫി സുഹൃത്തുക്കൾ വളരെയേറെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് സഖാഫി ബിരുദം എന്ന് പറയുന്നത്. ഈ ബിരുദമെടുത്ത ആളുകളെയൊക്കെ ജനങ്ങൾ കാണുന്നത് ശൈഖുന ഉസ്താദ് അവറുകളുടെ ശിഷ്യത്വത്തിൽ വളർന്ന പണ്ഡിതന്മാർ എന്ന കാഴ്ചയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വലിയ അംഗീകാരമാണ് നമ്മുടെ ബിരുദം. ആ അംഗീകാരമുള്ള നമ്മൾ എവിടെയെങ്കിലും പോയി വല്ല പാളിച്ചയിലും പെട്ടുപോയാൽ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടുപോയാൽ നമുക്ക് നമ്മളാൽ ഉണ്ടാകുന്ന മുസീബത്ത് അത് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് ബാധിക്കും, ശൈഖുനക്ക് ബാധിക്കും, നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന ഒരു ബോധം നമ്മളെപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ആരെങ്കിലും ഒരാൾ ശൈഖായി വന്നു എന്ന് കേൾക്കുമ്പോൾ അവിടേക്കുള്ള ജനങ്ങളെയും കൂട്ടി പോകാനുള്ള വ്യഗ്രത കാണിക്കാൻ നമുക്ക് പാടില്ല. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഈമാൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവുമുണ്ട്. ഒരിക്കലും അത്ഭുതത്തിൻ്റെ പിന്നാലെ പോകുന്നവരാകരുത് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ ഇസ്ലാമിക നിയമത്തിൻ്റെ പിന്നാലെ പോകുന്നവരായിരിക്കണം. ഇൽമാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, കുറേ അത്ഭുതങ്ങളല്ല. അത്ഭുതം പ്രകടിപ്പിക്കാൻ ഇവിടെ ദജ്ജാലിനടക്കം പലർക്കും പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും.
അതിൻ്റെ പേരിൽ അത് ശരിയാണെന്ന് വരില്ല. അതുകൊണ്ടാണ് മഹാന്മാരായ അയിമ്മത്ത്, മഹാന്മാരായ സൂഫിയാക്കൾ, ആരിഫീങ്ങൾ അത്ഭുതത്തിന് പിന്നാലെ പോകുന്നതിന് പകരം ഇസ്തിഖാമത്തിൻ്റെ പിന്നാലെ പോകണം എന്ന് നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. ഇത് നമുക്കെപ്പോഴും ഓർമ്മ വേണം. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പല ആരോപണങ്ങളും ഉണ്ടാകും. അതിനൊന്നും ഒരു പുല്ല് വിലയും വെക്കാൻ നമുക്ക് പാടില്ല. അങ്ങനെ ആരോപണം പേടിച്ചിട്ട് ദീൻ പറയാതിരിക്കുന്നവരിൽ പെടുകയായിരുന്നുവെങ്കിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉണ്ടാവുകയില്ലായിരുന്നു. മഹാനവറുകൾ അതുകൊണ്ടാണ് പാടിയത്, എന്നെ സംബന്ധിച്ച ആളുകൾ പറയുന്നു നിങ്ങൾ റാഫിളിയാണ്. റാഫിളി എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അമിതമായ ബഹുമാനം പ്രകടിപ്പിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അമിതമായ വിശ്വാസമർപ്പിച്ച് അലി റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടാത്ത ആശയങ്ങൾ പറഞ്ഞിരുന്ന ഒരു ടീമാണ്. അതിൻ്റെ പുറമെ അള്ളാഹു സിംഹാസനത്തിലിരിക്കുന്നുവെന്നും അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്നും മാസം നോക്കിയിട്ടല്ല നോമ്പും പെരുന്നാളും തീരുമാനിക്കുന്നത് കണക്ക് കൂട്ടിയിട്ടാണെന്നും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞ ഒരു ടീമാണ് റാഫിളത്ത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ അവർ പിഴച്ചവരായിട്ടാണ് ചിത്രീകരിച്ചത്. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മാത്രം അവർ വല്ലാതെ പൊക്കുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തിലാണ് ഞാനെന്ന് അവർ പറയുന്നു. പക്ഷേ ഖുൽതു, ഞാൻ പറയുന്നു, കല്ല, ഞാൻ റാഫിളിയാക്കളിൽ പെട്ടവനല്ല. മർറഫ്ദു ദീനി വല ഇഅ്തിഖാദി, എൻ്റെ ആശയം ആ റാഫിളത്തിന്റെ ആശയം റഫ്ദല്ല, അതെന്റെ വിശ്വാസവുമില്ല. ലകിൻ തവല്ലൈതു ഗൈറ ശക്കി ഖൈറ ഇമാമിൻ വഖൈറ ഹാദി, പക്ഷേ ഞാൻ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും പോലെ അലി റളിയല്ലാഹു അൻഹുവിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ നാസിബത്തിൽപ്പെട്ടവൻ അല്ല. നാസിബത്തിന്റെ ആശയം അലി റളിയല്ലാഹു അൻഹു പിഴച്ച ആളാണ് എന്നാണ്, ഞാൻ അതിൽപ്പെട്ട ആളല്ല. ഇൻകാന ഹുബ്ബുൽ വലി റഫ്ള ഫഇന്ന റഫ്ളി ഇലൽ ഇബാദി, ആ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് അത് റാഫിളത്തിന്റെ ആശയമാണ് നിങ്ങൾ പറഞ്ഞാൽ അതിന് വില വെച്ചുകൊണ്ട് നീങ്ങുന്നവനല്ല ഞാൻ. ഞാൻ നിങ്ങളെ കൈയൊഴിക്കുക എന്നല്ലാതെ ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനെയോ അഹ്ലു ബൈത്തിനെയോ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറുകയില്ല. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ ആശയമായി തന്നെ നിലനിൽക്കണം. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ കേരളം വളരെയേറെ അനുഗ്രഹീതമായൊരു നാടാണ്. ഇവിടെ ഷിയാക്കളില്ല, ഇവിടെ ഷിയാക്കൾ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് തലപൊക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഷിയാക്കൾ തലപൊക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അതിനവർ ചെയ്യുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാർ, തങ്ങന്മാർ, അവരെല്ലാവരും കിതാബ് എഴുതിയവരല്ല, അവരെല്ലാവരും കിതാബുകൾ പഠിച്ചവരല്ല. പക്ഷെ അവർ സയ്യിദന്മാരാണെന്ന നിലക്ക് ആദരണീയരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. ആ സയ്യിദന്മാരിൽപ്പെട്ട ചിലർ പോയി കണ്ടിട്ട്, നിങ്ങൾ ഉപ്പാപ്പ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആ അലി ഇബ്നു അബീ ത്വാലിബിനോട് യുദ്ധം ചെയ്ത ആളല്ലേ മുആവിയ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ അറിവില്ലാത്ത സയ്യിദന്മാരെ ഷിയാക്കളുടെ ആശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തീവ്രമായൊരു ശ്രമം പഴയ കാലത്ത് നടന്നിരുന്നു. അപ്പോഴാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പ്രത്യേകം കിതാബ് എഴുതിയത്. അതുപോലെയാണ് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു, അവർ മഹാനവറുകൾ പ്രത്യേകം തന്നെ പറഞ്ഞു, സയ്യിദന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് ഷിയാക്കളുടെ ആശയം സുന്നികളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു പ്രത്യേക കിതാബ് എഴുതുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ മുമ്പ് കാലത്ത് നടന്നതുപോലെ ഇന്ന് നമ്മുടെ കേരളത്തിലും അങ്ങനെ ഒരു കുതന്ത്രം പയറ്റുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് യുവപണ്ഡിതന്മാരായ നിങ്ങൾ ബോധവാന്മാരാവുകയും, അഹ്ലു ബൈത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താന പരമ്പരയാണ്, അവരിൽപ്പെട്ട ഒരു വ്യക്തി പോലും ബിദ്അത്തിലേക്ക് പോകുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനമുള്ള നമ്മൾ അവിടുത്തെ പേരമക്കൾ ഒരാൾ പോലും ഷിയാക്കളുടെ ആശയത്തിലേക്ക് പോകാതെ അവർക്ക് ശരിക്കും എന്താണ് സുന്നത്ത് ജമാഅത്തെന്നും ആരാണ് സഹാബത്തെന്നും മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളെ സംബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹു അടക്കം പറഞ്ഞു കൊടുത്ത എല്ലാ ബഹുമാനങ്ങളും അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ, അവരോട് നിങ്ങൾ പറയണം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂലേ, അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആളും സന്മാർഗമുള്ളവരുമാക്കണം ഈ മുആവിയെ അല്ലാഹുവേ എന്ന് നബി തങ്ങളുടെ പ്രത്യേക ദുആ കിട്ടിയ ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ നഖമത്തിന്റെ കഷ്ണമടക്കം പൊടിച്ചിട്ട് കണ്ണിലും അതുപോലെ വായിലുമൊക്കെ ഇടാൻ വസിയ്യത്ത് ചെയ്ത വലിയ മഹാനാണ് മുആവിയ റളിയല്ലാഹു അൻഹു.
അതുകൊണ്ട് തന്നെ ആ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതേ വിത്ർ നിസ്കാരം ഒറ്റ റകഅത്ത് മാത്രം നിസ്കരിക്കാമെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആലുൻ നബിയിൽപ്പെട്ട ആളാണല്ലോ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരികളിൽപ്പെട്ട ആളാണല്ലോ. എന്നിട്ടും അവിടുന്ന് പറഞ്ഞത് എന്താണ്? മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഇൽമുള്ള ആളാണ്, നീ അത് നിഷേധിക്കാൻ പോകണ്ടെന്നാണ്. അത്രയും വലിയ സ്ഥാനം ഏറ്റവും വലിയ സഹാബത്ത് നൽകിയിട്ടുള്ള ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു എന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കക്ഷികൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് എല്ലാവരെയും സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്താനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് നാം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം സെൻറ്റിനറിയോടനുബന്ധിച്ചുള്ള കുറേയേറെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരുപാട് ഒരുക്കങ്ങൾ നടത്തേണ്ടതും നമുക്ക് സജീവമായി വർക്ക് ചെയ്യേണ്ടതുമുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലുണ്ടാകണം സഖാഫികൾ എന്നുണർത്തി മറ്റ് ബിരുദമെടുത്തവരെല്ലാം അതിൽ മുൻപന്തിയിലുണ്ടാകും എന്ന് ഉറച്ച വിശ്വാസം നമുക്കുള്ളതോടുകൂടി നിങ്ങളും അതിൽ പൂർണ്ണമായും ഉണ്ടാകണം എന്നുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.